എന്നാണ് ആദ്യമായിട്ട് ഫുട്ബോളിനോട് ഒരു ഇഷ്ടം തോന്നിയത്? സാറ് ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു ഏരിയയാണ്. ഫുട്ബോൾ മാത്രമല്ല അവിടെ, കാരണം സ്റ്റേഡിയം അവിടെ. എനിക്ക് ബുദ്ധി വെച്ചപ്പോൾ ഞാൻ പന്ത് കളിക്കുന്നത്. പന്ത് കളിക്കാൻ തുണിപ്പന്ത് അങ്ങനത്തെ ഇതൊക്കെ കളിക്കാൻ തുടങ്ങിയത്. സാറ് കേട്ടിട്ടുണ്ടാവും ചാക്കോൾ ട്രോഫി. ചാക്കോള ട്രോഫി എനിക്കറിയാം, ഭയങ്കര ഫേമസ് ആണ്. അവിടെ ഉള്ള ബോൾ എടുത്ത് കൊടുക്കാനൊക്കെ നിൽക്കും. ടിക്കറ്റ് എടുക്കേണ്ട കളിയാണല്ലോ, ബോൾ എടുത്ത് കൊടുക്കാൻ നിൽക്കുന്നത്. അങ്ങനെയാണ് സോഡ വെക്കാനൊക്കെ പോയിട്ടുണ്ടോ? ഭയങ്കര ക്രൗഡായിരുന്നു അന്ന്. അപ്പം ഈ വളരെ ഗാലറി വെച്ച് കെട്ടിയിട്ടല്ല. അപ്പം ആ ചൂട്ടത്ത് വന്നിരിക്കുമ്പോൾ ഈ സോഡ സിഗരറ്റ് ഇങ്ങനെ മറ്റേ ഗോലി സോഡ അങ്ങനെ പൊട്ടിച്ച് കൊടുക്കും. അതുകൊണ്ട് കൊടുക്കും. അപ്പം എന്തായാലും വിറ്റ് വരുമ്പോൾ ഒരു 10-20-30 രൂപ കിട്ടും. അപ്പം 30 രൂപ കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. അടിച്ചു പൊളിക്കാനായിട്ട് ഉപയോഗിക്കാം. അടിച്ചു പൊളിക്കാനല്ല, വീട്ടിലോട്ട് കൊടുക്കാൻ. അടിച്ചു പൊളിക്കാൻ തുടങ്ങിയില്ല സാറേ, ഇപ്പോഴാണ് തുടങ്ങിയത്. ശരി ശരി. അമ്മയ്ക്ക് കൂലിപ്പണി, അച്ഛനും കൂലിപ്പണി അറിയുന്ന ആ സമയം. അപ്പോൾ അവരെ സഹായിക്കാനും കൂടി അപ്പോൾ കിട്ടുന്ന ആശക്കാരൻ കൊടുക്കും. അപ്പോൾ എന്നാണ് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു ഫുട്ബോൾ വാങ്ങിയത് ഓർമ്മയുണ്ടോ? അത് സ്വന്തമായിട്ട് ഫുട്ബോൾ വാങ്ങിച്ചത് പോലീസിൽ കയറിയിട്ടാണ്. അപ്പോഴേ വാങ്ങിച്ചുള്ളൂ അല്ലേ? കാരണം ഞങ്ങൾക്ക് ചാക്കോൾ ട്രോഫി കളി നടക്കണ എന്തായാലും ഒരു ബോൾ പുറത്തേക്ക് വരും, വീടിൻ്റെ ഓടിക്ക് വരും, അടിച്ചതിന് എന്തായാലും വരും. ഒളിച്ചു വയ്ക്കല്ല, അത് അവര് ചിലപ്പോൾ അവിടെ കാടാണ് അതിൻ്റെ ബാക്കിൽ. അപ്പം അവര് നല്ല ജേഴ്സി ടീമൊക്കെ വല്ല പൈസ ഉള്ള ടീമല്ലേ. അപ്പം അവരൊന്നും എടുക്കില്ല. കാട്ടിലിറങ്ങി തപ്പി ആ ബോൾ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി അത് നമുക്ക് കളിക്കാം. അപ്പം അങ്ങനെ കളിച്ച് കിടക്കുമ്പോൾ ചെറുപ്പത്തിൽ ഈ അച്ഛനും അമ്മയൊക്കെ ചീത്ത പറയില്ലേ? എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. നല്ല ഒരു ധാരണ ഞാൻ പഠിച്ചിട്ട് നന്നാവില്ല. അപ്പൊ അതുകൊണ്ട് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. ഫുട്ബോൾ അച്ഛൻ കളി കാണാനൊക്കെ കൊണ്ടുപോകും. ഇങ്ങനെ ചാക്കോൾ ട്രോഫി. എത്ര മക്കളുണ്ട്? ഞാൻ രണ്ടുപേര്. വിജയന്റെ ചേട്ടനുണ്ട്. അപ്പോൾ വിജയൻ പഠിച്ചത് സ്കൂളിലാണ്? CMS അല്ലേ സാർ? CMSലാണ്. അത് 1 തൊട്ട് 4 വരെ ഞങ്ങളുടെ ഒരു സ്കൂളുണ്ട്, കുണ്ടനടി സ്കൂൾ എന്ന് പറയാൻ. അതങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. അവിടെ 1 തൊട്ട് 4 വരെ പഠിച്ച്. പിന്നെ 5ാം ക്ലാസ്സിൽ വന്നപ്പോൾ CMSൽ വന്നു. 5ാം ക്ലാസ്സിലാണ് 5 വർഷം പഠിച്ചത്. അതാ സാറേ, അതൊക്കെ ഭയങ്കര കഥയാണ്. ആ സ്കൂളിൽ ഞാനിപ്പോൾ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഒരു ഫുട്ബോളിൻ്റെ ഈ വെക്കേഷൻ അല്ല, അപ്പോൾ ഒരു ക്യാമ്പ് ഉണ്ട് അവർക്ക്. ഫുട്ബോളും അല്ല, സാഹിത്യപരമായിട്ട് എല്ലാ കാര്യവും. അപ്പോൾ ഞാൻ ഉദ്ഘാടനം ചെയ്താൽ പോയിട്ട് എൻ്റെ സ്കൂളിൽ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ അവരുടെ പാരൻസ് ഒക്കെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഈ സ്കൂളിൽ ഏറ്റവും അധികം പഠിച്ചാൽ ഞാനുണ്ടാവുള്ളൂ അല്ല സാറേ എന്ന് വെച്ചു. ഗോപിനാഥ് സാറുണ്ട്, സാറിനോട് ചോദിച്ചു. അല്ല സാറേ എന്ന് ചോദിച്ചു. അത് ശരിയാ, വിജയൻ തന്നെ സ്കൂളിൽ ഏറ്റവും അധികം പഠിച്ചിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അവരോട്, പഠിപ്പെന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ്. എന്താ പറയുക, സംസാരിക്കാനൊക്കെ ഇപ്പോഴാണ്, ഹിന്ദി ഇംഗ്ലീഷൊക്കെ പറയാൻ ഇപ്പോഴാണ് പറ്റിയത്. ആദ്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എഴുതാനോ പഠിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം